നമസ്കാരം. പാട്ടോട് പാട്ടിലെ മറ്റൊരു ഗാനം, ദേശാടനത്തിലെ തന്നെ. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. കേട്ടിട്ടുണ്ടാവും, കേട്ടാലേ ഉറക്കം വരും. ആ ഗാനം ഒരുപാട് പ്രത്യേകതയുള്ള ഗാനമാണ്. കാരണം ഈ ഗാനം സംഗീത സംവിധാനം ചെയ്ത, അതിൻ്റെ വരികൾ എഴുതിയ കൈതപ്പുറത്തിൻ്റെ അമ്മ പാടി ഉറക്കിയ ഗാനമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചെറുപ്പത്തിൽ അല്ലെ വളരെ കാലം മുൻപ് കേട്ട ഒരു ട്യൂൺ, ആ ട്യൂൺ വീണ്ടും തൻ്റെ സ്വന്തം സിനിമയിൽ ഉപയോഗിക്കുകയാണ്. ആ സിറ്റുവേഷൻ വേറെയാണ്, പക്ഷേ താരാട്ടിൻ്റെ എല്ലാ ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ലാളിത്യവും സുഖവുമൊക്കെ അതിനുണ്ട്. ഈ കൈതപ്പുറത്തിൻ്റെ അമ്മ പാടി ഉറക്കുന്ന മുഹൂർത്തം ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തു. കാരണം അതൊരു കുഞ്ഞിനെ ഉറക്കുന്ന അമ്മയുടെ മനസ്സ്. അതുപോലെ തന്നെ ദേശാടനത്തിൽ പാച്ചുവിനെ അവൻ്റെ അമ്മ പാടി ഉറക്കുകയാണ്. പക്ഷേ അമ്മയ്ക്കറിയാം ഒരുപക്ഷെ ഇവനെ നഷ്ടപ്പെടും. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ്, ആ കണ്ണീര് മനസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അമ്മ പാടുന്നത്. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. അതിങ്ങനെ അതിൻ്റെ കൈതപ്പുറം വിശ്വനാഥനും കൂടെ ചേർന്നിട്ടുള്ള അതിൻ്റെ ഓർക്കസ്ട്ര ഭയങ്കര രസമാണ്. അതിനിങ്ങനെ വരിഞ്ഞ് മുറുക്കും നമ്മളെ. ആ നാലുകെട്ടിൻ്റെ ഒരു തൂണ് ചാരിയിരുന്ന് അമ്മ ഒരു പാട്ട് പാടൂ, എനിക്ക് ഉറക്കം വരുന്നു, അമ്മ പാടി ഉറക്കണം എന്ന് പറയുമ്പോൾ അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കി. കാരണം അമ്മയുടെ മനസ്സിൽ പാടിയാൽ കരഞ്ഞു പോകും. ആ സന്ദർഭത്തിൽ കൈതപ്പുറത്തിനോട് ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനൊരു ട്യൂൺ അവിടെ ഒരു താരാട്ട് വേണം. കാരണം അമ്മയുടെ മനസ്സാത്. പൂർണ്ണമായും അമ്മ മകനെ നഷ്ടപ്പെടും എന്നുള്ള സംശയത്തിലിരിക്കുമ്പോൾ അവനെ പാടി ഉറക്കാൻ പറയുമ്പോൾ പാടേണ്ട ഒരു താരാട്ടാണ്. അപ്പം അതിന് അനുയോജ്യമായിട്ട് തന്നെ പാടി ഉറക്കിയ അമ്മ പാടി ഉറക്കിയ ഗാനം അതിൻ്റെ വരികളും ട്യൂണും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം കാലത്തെ അതിജീവിച്ച് നമ്മളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുകയാണ്. കൈതപ്പുറം എഴുതുമ്പോഴും കരയുന്നു, ചിത്രീകരിക്കുമ്പോൾ ഞാനും കരയുന്നു, കാണുമ്പോൾ പ്രേക്ഷകരും കരയുന്നു. ഇത് വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഭാഗ്യം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു ചലച്ചിത്രത്തിൻ്റെ വിജയത്തിന് ഗാനങ്ങൾ സൂപ്പർ ഹിറ്റാവേണ്ട ആവശ്യമാണ്. പക്ഷേ ചില സത്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വേദനിക്കും, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ വല്ലാതെ വേദനിക്കും. ഇത് അത്തരത്തിലുള്ള ഗാനമാണ്. താരാട്ട് പാട്ടുകൾ അനവധിയുണ്ട്. ഈ താരാട്ട് പാട്ടുകൾ ഞാൻ തന്നെ എൻ്റെ ഒരുപാട് സിനിമകളിൽ താരാട്ട് പാട്ടുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരുപാട് ആത്മബന്ധമുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ കൈതപ്പുറം ആ ട്യൂണ് ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എത്രയോ കാലം മുൻപ്. അതിൻ്റെ താളം അമ്മയുടെ ഹൃദയത്തിൻ്റെ താളമാണ്. അത് നമ്മളുടെ സിനിമയിൽ കഥാപാത്രങ്ങളിലെ താളമായി മാറുമ്പോൾ അതൊരു സിനിമയിലെ ഗാനങ്ങളുടെ ഒരാത്മാവായി മാറുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ദേശാടനത്തിലെ ഗാനങ്ങൾ ഒന്നിനൊന്നിന് മെച്ചമാണ്. ഇത് എല്ലാ ഗാനങ്ങളും ഹൃദയസ്പർശിയുമാണ്. ഇത് ഒന്നിനൊന്നിന് മെച്ചം. പിന്നെ കൈതപ്പുറത്തിൻ്റെ ഹൃദയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാവണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്ന് ഇത് തന്നെയാണ്.